everybody, welcome back to my YouTube channel. This is me Ashwini. 2025 നമ്മൾക്ക് ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്താലോ? കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ കുറേ ഉപയോഗപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളാണ് ഇതുപോലെ ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴും ക്യാലണ്ടേഴ്സ്, വീക്ക്ലി പ്ലാനേഴ്സ്, ടു ഡു ലിസ്റ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഈവൻ ദോ ഡിജിറ്റൽ ഈ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിലും പെന്നിലും പേപ്പറിലും എഴുതുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. പെന്നിലും പേപ്പറിലും എഴുതി വെച്ച് ഫിസിക്കലി എഴുതുമ്പോഴും കാണുമ്പോഴും ഒക്കെ എനിക്ക് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആയിരിക്കാൻ എനിക്ക് പറ്റാറുണ്ട്. സോ അതുപോലുള്ള യൂസ്ഫുൾ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്നത്. 2024 ഇതുപോലുള്ള ഒരുപാട് സ്ട്രാറ്റജീസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റെഫർ ചെയ്ത് നമുക്ക് കുറേ കാര്യങ്ങൾ നോക്കാം. ആദ്യമായിട്ട് ക്യാലണ്ടറാണ്. കാലണ്ടർ മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഇതുപോലെ അസൈൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാനും അല്ലെങ്കിൽ എവിടെ ജോലിയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലുള്ള സ്ട്രാറ്റജീസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും വൺസ് ഐ സ്റ്റാർട്ടഡ് മൈ ഇന്റർനാഷണൽ സ്റ്റുഡൻറ് ജേർണി ഇൻ കാനഡ, ആദ്യത്തെ കോഴ്സ് ആദ്യത്തെ പ്രൊഫസർ ആദ്യത്തെ ദിവസം വന്ന് ക്ലാസ്സിൽ തന്നൊരു അസൈൻമെൻ്റ് ആയിരുന്നു സെമസ്റ്റർ പ്ലാനർ. അതെന്തായിരുന്നു എന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മുടെ നാട്ടിലെ സിസ്റ്റം പോലെയൊന്നുമല്ല, ഇവിടെ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാ പ്രൊഫസേഴ്സും ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ ആ ആഴ്ച ഫസ്റ്റ് ഡേ ഓഫ് ദ സെമസ്റ്റർ നമ്മൾക്ക് TLP അയച്ചു തരുമായിരുന്നു. TLPS ടീച്ചിങ് ലേണിംഗ് പ്ലാൻ. അതിനകത്ത് ആ ത്രൂ ഔട്ട് ദ കോഴ്സ് നമ്മൾക്ക് 7 ആഴ്ചയായിട്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. ആ 7 ആഴ്ചയിൽ ഓരോ ആഴ്ചയിലും എന്താണ് അവർ പഠിപ്പിക്കുന്നത്, എന്ത് അസൈൻമെൻ്റ് ആണ് നമുക്ക് തരുന്നതെന്നുള്ളതിന് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു TLP ഉണ്ടായിരുന്നു. 7 കോഴ്സിനും 7 TLP ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ പ്രൊഫസർ പറഞ്ഞത് ഈ TLPയും ചേർത്ത് വെച്ചൊരു സെമസ്റ്റർ പ്ലാനർ ഉണ്ടാക്കാം. അതായത് 7 സബ്ജക്റ്റും 7 ആഴ്ചയിൽ ഓരോ ആഴ്ചയും എന്തൊക്കെ നടക്കുന്നു എന്ന് വെച്ചിട്ട് എഴുതാം. സോ അതായിരുന്നു ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തുടങ്ങിയത് ഞാൻ എല്ലാ സെമസ്റ്ററും ഈ പരിപാടി ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടുള്ള ഉപകാരം എനിക്ക് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ എഴുതിയിടുന്ന സമയത്ത് എനിക്ക് ഏതൊക്കെ ക്ലാസ്സിൽ എന്തൊക്കെ അസൈൻമെൻറ്റ്സ് ഉണ്ട്, എത്രയും പേഴ്സൻറ്റേജിനുള്ള 10% ആണോ, 20% ആണോ, 25% ആണോ, അങ്ങനെയൊക്കെ ഞാൻ സെമസ്റ്റർ പ്ലാനറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണോ, ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ ഉടായ്പ പരിപാടികളല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ബട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചുള്ളൊരു വ്യക്തത കിട്ടി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ആഴ്ചയിൽ 2-3 ദിവസമായിരിക്കും ക്ലാസ് ഉണ്ടാവുക. മേ ബി രാവിലെ 8 മണിക്ക് 2 മണിക്കൂർ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൂർ, അല്ലെങ്കിൽ അടുത്ത ദിവസം ഇതുപോലെ വൈകുന്നേരങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു 2 മണിക്കൂർ. ഇങ്ങനെ 2 മണിക്കൂർ വെച്ച് നമുക്ക് മാത്രമേ ക്ലാസ് ഉണ്ടാവാറുള്ളൂ. പക്ഷെ അത് പറഞ്ഞ് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വേസ്റ്റ് ചെയ്യാനും പറ്റില്ല. ഇവിടെ നമ്മൾക്ക് ജോലിയും കൂടെ പാർട്ട് ടൈം ആയിട്ട് ജോലിയും കൂടെ നോക്കണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ സെമസ്റ്റർ പ്ലാനർ ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഏതൊക്കെ ടൈമിൽ ഏതൊക്കെ ദിവസങ്ങൾ ഞാൻ ഫ്രീ ആകുമെന്ന്. അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ എംപ്ലോയേഴ്സിന് 2 ഭാഗത്തൊക്കെ ആയിട്ട് എപ്പോഴും ഞാൻ ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ എംപ്ലോയേഴ്സിന് ഞാൻ എൻ്റെ അവൈലബിലിറ്റി കൊടുക്കും. സോ ദേ വർ ഓൾസോ വെരി നൈസ്. അത് വെച്ചിട്ടാണ് ഞാൻ മാനേജ് ചെയ്തത്, ജോലിയും പഠിത്തവും ബാക്കി എല്ലാ കാര്യങ്ങളും എന്ന് വേണമെങ്കിൽ പറയാം. ഈ അസൈൻമെൻറ്റ്സ് നമ്മൾ അതിന് മുൻകൂട്ടിയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് എക്സ്ട്രാ ടൈം കൂടെ കിട്ടിയിരുന്നു. സോ അവിടെ നിന്ന് തുടങ്ങിയതാണ്, സെമസ്റ്റർ പ്ലാൻ മുതൽ തുടങ്ങിയതാണ് കുറച്ചുകൂടെ ഇങ്ങനത്തെ പ്ലാനിങ് കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ വർഷം ജാനുവരിയിൽ എടുക്കുകയാണെങ്കിൽ എപ്പോൾ ബില്ല് പേ ചെയ്യണം, ഏതൊക്കെ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഉണ്ടെങ്കിൽ, അസൈൻമെൻറ്റ്സിൻ്റെ ഡ്യൂ ഡേറ്റ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ ഡിജിറ്റൽ ക്യാലണ്ടറിലും ഒരു റിമൈൻഡർ വെക്കുമായിരുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് എപ്പോഴും. കാരണം ഇത് ഞാൻ കാണുന്നൊരു സ്ഥലത്ത് തന്നെ പേസ്റ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് എപ്പോഴും എനിക്കറിയാം, ഞാൻ എപ്പോഴും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ചെക്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ഇതേ സെയിം സംഭവം തന്നെയാണ് വർക്ക് പ്ലേസിലുള്ളത്. വർക്ക് പ്ലേസിൽ വേറൊരു ക്യാലണ്ടർ കൂടെ ഉണ്ട്. നമുക്ക് ആദ്യം വന്ന് സിസ്റ്റം ഒന്ന് മെയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ക്യാലണ്ടർ ചെക്ക് ചെയ്യും. അന്നത്തെ ദിവസങ്ങൾ വേറെ എന്തെങ്കിലും അപ്പോയിൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ. പിന്നെ വീക്ക്ലി പ്ലാനർ, ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റാത്ത പല കാര്യങ്ങളും വീക്ക്ലി പ്ലാനറിൽ ഒന്ന് എഴുതി അത് ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ ജേർണി തുടങ്ങിയപ്പോൾ തന്നെ ഞാനത് പ്ലാൻ ചെയ്യായിരുന്നു. ഈ ദിവസം ഇന്ന് ഈ കണ്ടന്റ് ഷൂട്ട് ചെയ്യണം, അതിലേക്കുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷനും കൂടെ ചെയ്ത് വെക്കുമായിരുന്നു. അതിനോടൊപ്പം തന്നെ ഗോൾസ് എന്താണ് എന്നുള്ളത് കൂടെ സൈഡിൽ നോട്ട് ചെയ്യും.
ഇപ്പോൾ 2024 എൻ്റെ സൈഡിൽ നോട്ട്സ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ട്രാക്ക് ദ ബഡ്ജറ്റ്, ക്രിയേറ്റ് എ ടു ഡു ലിസ്റ്റ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ മന്തും നോക്കുവാണെങ്കിൽ എല്ലാ മന്തും ഈ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വാസ് ആക്ച്വലി ഹെൽപ്ഫുൾ. പല രീതിയിലും ടൈം മാനേജ് ചെയ്യാനാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ടു ഡു ലിസ്റ്റ്, എല്ലാ ദിവസവും ടു ഡു ലിസ്റ്റ് ചിലപ്പോൾ എഴുതാനൊന്നും കാണില്ല, ഭയങ്കര തിരക്ക് പിടിച്ച ചില ദിവസങ്ങളായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, എനിക്കൊരു ഹോളിഡേ, ഒരു ഓഫ് കിട്ടുകയാണെങ്കിൽ ചുമ്മാ ടി വിയോ അല്ലെങ്കിൽ വല്ല ഷോസോ കണ്ട് അല്ലെങ്കിൽ കിടന്നുറങ്ങി അങ്ങനെ ഞാൻ സ്പെൻഡ് ചെയ്യാറില്ല. അതുകൊണ്ടോ ഇങ്ങനെ ഓഫുള്ള ദിവസങ്ങളായിരിക്കും കുറച്ചുകൂടി ഞാൻ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഓരോ ദിവസത്തെ കാര്യങ്ങൾ എഴുതി വയ്ക്കാറുണ്ട്. പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് ഇപ്പോൾ 10 to 4 സ്കൂളിൽ, 4 to 5 കളിക്കാൻ പോവുക, അല്ലെങ്കിൽ 5 to 6 കഴിക്കുക, വന്ന് ഫ്രഷ് ആവുക, പിന്നെ പഠിക്കാൻ പോവുക, അങ്ങനെയൊക്കെ പണ്ട് നമ്മൾ ചെയ്തത് ഓർക്കുകയാണ്. ഇവിടെ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യില്ല, ഡീറ്റെയിൽ ആയി ചെയ്യുന്നവരുണ്ട്. ബട്ട് എനിക്ക് ഈ ടു ഡു ലിസ്റ്റ് എങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഇന്നത്തെ പല കാര്യങ്ങളും ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവർ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിൽസ് പേ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ആ കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഇവിടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ നമുക്ക് ബിൽസൊക്കെ പേ ചെയ്യുന്നതിൽ ലേറ്റായ ഫൈൻ അടിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ക്രെഡിറ്റ് സ്കോർ അടക്കം അതിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഞാൻ മൂവ് ചെയ്യുമ്പോൾ അവർ എൻ്റെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്തിരുന്നു. ഇവിടെ ഒരു കാറ് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യും. സോ അങ്ങനെ ഡ്യൂ ഡേറ്റ്സ് ഒന്നും സ്കിപ്പ് ചെയ്യാതെയൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഞാൻ സ്ട്രാറ്റജിയും അതിനകത്ത് ഉപയോഗിച്ചിരുന്നു. കൂടാതെ ഒരു മന്ത്ലി ക്യാലണ്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുക? പലരും പല മെത്തേഡിലാണ് ചെയ്യുന്നത്. ഞാൻ മന്ത്ലി പ്ലാനർ 4 ക്വാർട്ടർലി ആയിട്ട് തിരിച്ചു, അതായത് 3 മാസം വീതം, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഈ വർഷം തുടങ്ങുന്നതിന് മുമ്പേ പല കാര്യങ്ങളും, അതായത് ആക്ച്വലി ഈ കാര്യങ്ങളൊക്കെ ഞാൻ 2023 ഡിസംബറിൽ എഴുതിയതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനുവരിയിൽ കോപ്പിന് ജോലി അന്വേഷിക്കുന്നത്, അതായത് കോപ്പ് ജോലി തുടങ്ങുന്നത്, വർക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്, ഫെബ്രുവരി മാസം എൻ്റെ നോട്ടീസ് പീരീഡ് കൊടുക്കുന്നത്, മാർച്ചിലാണെങ്കിൽ ടാക്സ് റിട്ടേൺ, ഇവിടെ മാർച്ചൊക്കെയാണ് ടാക്സ് റിട്ടേൺ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏപ്രിലിൽ ഞാൻ G ലൈസൻസ് എടുക്കുന്നത്, അത് നമ്മുടെ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിച്ച് ഐ ഹാവ് given my G license exam actually prior to month. അപ്പോൾ ആ ഗോളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയ് മന്ത് വേറെ കുറച്ച് കാര്യങ്ങൾ മൂവ് ചെയ്യുന്ന, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. പക്ഷെ ഇത് ചിലപ്പോൾ ഇത് നമുക്കൊന്ന് റിവൈസും കൂടെ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ എൻ്റെ റിഫ്ലക്ഷൻ മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളൊന്നും എനിക്ക് സാഹചര്യവശാൽ ഇത് പറഞ്ഞ പോലത്തെ ഒന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു 3 മാസം കഴിയുമ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യാം. ഇതൊക്കെ ഓക്കെ ആണോ, അല്ലെങ്കിൽ നെക്സ്റ്റ് 3 മന്ത്സിലേക്ക് മുമ്പ് പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ നടന്നോ, ഇല്ലെങ്കിൽ അത് മുന്നോട്ട് അടുത്ത 3 മാസത്തേക്ക് എങ്ങനെ കൊണ്ടുപോകണം, പുതിയ ഏതെങ്കിലും ഗോൾസ് ആഡ് ചെയ്യണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു ക്വാർട്ടർലി ബേസിസിൽ 4 ക്വാർട്ടർലി ആയിട്ട് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ മന്ത്ലി പ്ലാൻ. സോ ഈ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യണമെങ്കിൽ ഒക്കെ ഞാൻ ആക്ച്വലി പ്ലാൻഡ് ആയിരുന്നു, ടു ബി ഹോണസ്റ്റ്ലി വിത്ത് യു. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മടി മാറും. ഒന്ന്, പലപ്പോഴായിട്ട് പല എക്സ്ക്യൂസ് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, പല കാര്യങ്ങളും ചിലപ്പോൾ ചെയ്തു തീർക്കാൻ ചിലപ്പോൾ മടി കാണിക്കാറുണ്ട്. പക്ഷേ ഐ ഫൈൻഡ് ഇറ്റ് മൈ സെൽഫ് മോർ പ്രൊഡക്റ്റീവ് വെൻ ഐ ഡു ദിസ്. പ്ലാൻ ചെയ്ത് വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡ്യൂ ഡേറ്റ് വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ മാസം ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ട്രൈ ടു ഡു ദാറ്റ്. സോ അതൊക്കെ അങ്ങനെയൊക്കെ കൊണ്ട് എനിക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഒന്ന്, ഹൗ ടു സെറ്റ് ഗോൾസ്. എങ്ങനെ നിങ്ങൾ ആ ഗോൾസ് സെറ്റ് ചെയ്യാം? പലരും പല കാറ്റഗറൈസ് ചെയ്യാറുണ്ട് ഈ ഗോൾസ്. പലർക്കും ഫിനാൻഷ്യൽ, കരിയർ, പ്രൊഫഷണൽ, അല്ലെങ്കിൽ സ്പിരിച്വൽ, അങ്ങനെയൊക്കെയാണ്. ഞാനിവിടെ ഒരു 6 ഗോൾസാണ് സെറ്റ് ചെയ്തത്. പേഴ്സണൽ ഗോൾ, ഹെൽത്ത് ഗോൾ, കരിയർ ഗോൾസ്, ഫിനാൻഷ്യൽ ഗോൾസ് ആൻഡ് സ്പിരിച്വൽ ഗോൾസ് ആൻഡ് അതർ. പേഴ്സണൽ ഗോൾസിൽ പല കാര്യങ്ങൾ ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതായത് ലിമിറ്റ് സ്ക്രീൻ ടൈം എന്നുള്ളത് എൻ്റെ ഒരു ഗോളായിരുന്നു ആക്ച്വലി. അതായത്
ഇൻ ദിസ് വേൾഡ് ഓഫ് ഡിസ്ട്രാക്ഷൻ നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. എപ്പോഴും ഞാനൊക്കെ വൺസ് ഇൻ എ വൈൽ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ഇടയിൽ ചെക്ക് ചെയ്ത് നോക്കും. പ്രത്യേകിച്ച് ഈ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ സമയത്ത് അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മൈൻഡ്ഫുള്ളി ഞാൻ അവോയ്ഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരു ഗോളാണ് എൻ്റെ. പിന്നെ ഹെൽത്ത് ഗോൾസ് എങ്ങനെ വേണമെങ്കിലും നോക്കാം. അതായത് ചിലർക്കും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതായിരിക്കും ഗോള്, ചിലർക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ മസിൽ സ്ട്രെങ്ത് കൂട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ഈറ്റ് ഹെൽത്തി, ഡ്രിങ്ക് മോർ വാട്ടർ. ഈ റേഞ്ചിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യാതെ ടു ബി വെരി സ്പെസിഫിക്, ഒരു ചെറിയൊരു സ്റ്റെപ്പ്, ഒരു മൈക്രോ ഹാബിറ്റ് എന്ന പോലെ പല കാര്യങ്ങൾ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതായത് ഡ്രിങ്ക് 2 liters ഓഫ് വാട്ടർ എവറി ഡേ, അതായിരുന്നു എൻ്റെ ഒരു ഗോള്. അല്ലെങ്കിൽ സ്ലീപ്പ് 6 to 7 hours എവറി ഡേ, അത് മറ്റൊരു ഗോള്. പിന്നെ കരിയർ ഗോൾസിൽ പലതും ആഡ് ചെയ്യാം. എൻ്റെ ലാസ്റ്റ് കരിയർ ഗോൾ പലതും ഉണ്ടായിരുന്നു. അതായത് ഒരു പെയ്ഡ് കോപ്പിന് ജോയിൻ ചെയ്യുക, ഫുൾ ടൈം ജോബിനേക്ക് വേണ്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, അങ്ങനെയുള്ള ഗോൾസൊക്കെ കരിയർ ഗോൾസിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ ഗോൾസിൽ നിങ്ങൾക്ക് എങ്ങനെയും നോക്കാം. അതായത് എമർജൻസി ഫണ്ട് സ്വരൂപിക്കുക, അതായത് ഡെറ്റ് പേ ഓഫ് ചെയ്യുക. താങ്ക്ഫുള്ളി 2024 ഒരു ഗോളായിരുന്നു എൻ്റെ സ്റ്റുഡൻറ്റ് ലോണ് കംപ്ലീറ്റ് ആയിട്ട് പേ ഓഫ് ചെയ്യുക എന്നുള്ളത്. ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും, ചെറിയൊരു എമൗണ്ട് അല്ല, ഐ മീൻ അത് 2024 പേ ഓഫ് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ഗോളായിരുന്നു. സോ താങ്ക്ഫുള്ളി ഐ ഹാവ് പെയ്ഡ് ഓഫ് മൈ സ്റ്റുഡൻറ്റ് ഡെറ്റ്. സ്പിരിച്വൽ ഗോൾസ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഗോൾസ് അങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സെറ്റിംഗ് ആൻ ഇമോഷണൽ ബൗണ്ടറി, സെറ്റ് പ്രയോറിറ്റീസ്, സെൽഫ് റിലയൻ്റ് ആയിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. ഇത് ഏതൊക്കെ മേഖലയിലാണോ നിങ്ങൾക്ക് ഇംപ്രവൈസ് ചെയ്യാൻ തോന്നുന്നത്, ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നുന്നത്, അങ്ങനെയൊക്കെ കാറ്റഗറി ചെയ്തിട്ട് നിങ്ങളുടെ, ചിലരിപ്പോൾ ഇപ്പോഴും സ്റ്റിൽ മേ ബി അറ്റ് സ്കൂൾ ഓർ കോളേജ്, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡ്യൂക്കേഷണൽ ഗോൾ അല്ലെങ്കിൽ അക്കാഡമിക് ഗോൾസും ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് എന്ത് ചെയ്യാം, പല കാറ്റഗറീസ് ചെയ്തിട്ട് ഈ ഗോൾസ് സെറ്റ് ചെയ്യാൻ പറ്റും. ബഡ്ജറ്റ് പ്ലാനിങ്. ഞാനൊരു ചെറിയൊരു ഇൻകം എനിക്ക് വന്നു തുടങ്ങിയപ്പോൾ മുതലേ, അതായത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ട്യൂഷനിൽ എടുക്കുന്ന സമയത്ത് മുതലേ ഞാൻ എൻ്റെ ഇൻകവും എക്സ്പെൻസും ഒക്കെ ഞാൻ നോട്ട് ചെയ്തായിരുന്നു. എന്തോ അതൊരു ഹാബിറ്റായി അങ്ങനെ ചെറുതായി വന്നു. ഇടയിൽ അത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ബഡ്ജറ്റ് ഞാൻ ഹാൻഡിൽ ചെയ്യാറുണ്ട്. ബോത്ത് ഇൻ ഫിസിക്കലി ആൻഡ് ഇൻ ഡിജിറ്റലി, രണ്ടും ചെയ്യാറുണ്ട്. പക്ഷെ ഒരു ദിവസം എല്ലാ ദിവസവും വന്ന് ഈ ബഡ്ജറ്റ് പ്ലാനറിലേക്ക് ഞാൻ എൻ്റെ എക്സ്പെൻസും സേവിങ്സും ആഡ് ചെയ്യും. അതുപോലെ തന്നെ പുറത്തൊക്കെ പോയുള്ള ഒരു എക്സ്പെൻസ് അപ്പം തന്നെ ഫോണിലും റെക്കോർഡ് ചെയ്യാറുണ്ട്. ബഡ്ജറ്റ് പ്ലാനറിൽ എല്ലാ കാര്യങ്ങളും, ടു ബി ഹോണസ്റ്റ് വിത്ത് യുവർ സെൽഫ്, ജസ്റ്റ് ട്രാക്ക് എവറി അതർ എക്സ്പെൻസ്. $2 ഒരു കോഫി കുടിച്ചത് ആഡ് ചെയ്യണോ? ആഡ് ചെയ്യണം. സോ ഹൗ മച്ച് ഇറ്റ് വിൽ കോസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ വീക്ക് ഓർ എൻഡ് ഓഫ് ദ മന്ത് ഓർ എൻഡ് ഓഫ് ദ ഇയർ. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഹ്യൂജ് മണി. സോ ഇതൊക്കെ എന്നെ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മാസം ഇപ്പം ഞാൻ പുറത്ത് പോയി ആഹാരം കഴിച്ചതിൻ്റെ എമൗണ്ട് ഭയങ്കരമായിട്ട് കൂടുതലായിട്ടെ. അപ്പോൾ നെക്സ്റ്റ് മന്ത് ഐ സെറ്റ് എ ഗോൾ ഓഫ് ഫിനാൻഷ്യൽ ഗോൾ ദാറ്റ് വിൽ ബി സ്പെൻഡ് ലെസ് ഓൺ യുവർ ഡൈനട്ട്സ്. അതേസമയം എൻ്റെ ഗ്രോസറീസിൽ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളുടെ എമൗണ്ട് കൂടുകയാണെങ്കിൽ കൂടെ ഇറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ, ഐ വിൽ ബി മോർ അവെയർ അബൌട്ട് മൈ എക്സ്പെൻസസ്. അതിനനുസരിച്ച് നമ്മൾക്ക് നമ്മുടെ എക്സ്പെൻസും ലിമിറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റും. ഞാൻ നിങ്ങളെ പോലെയൊക്കെ തന്നെയാണ് പല കാര്യങ്ങളും അഡാപ്റ്റ് ചെയ്യുന്നു, പല കാര്യങ്ങളും ശ്രമിച്ചു നോക്കി എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്തു നോക്കും. മീൽ പ്ലാനർ എന്നെ പല രീതിയിലും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ്. ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റതും ഫ്രിഡ്ജ് തുറന്ന സാധനങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് കുക്ക് ചെയ്യാനെന്നുള്ളൊരു ടൈമൊന്നുമില്ല. അപ്പോൾ അതുപോലെ ഒരുപാട് ലെഫ്റ്റ് ഓവേഴ്സ് ഒന്നും സൂക്ഷിച്ച് വെച്ച് കഴിക്കാനും വലിയ താല്പര്യമില്ല. അപ്പം ഒന്ന് മാക്സിമം 2 days, വിത്തിൻ 2 days ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും. അതുപോലെ മീൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മുൻകൂട്ടി അറിയാം ഈ ആഴ്ച ഈ സാധനങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഗ്രോസറി ചെയ്യാൻ പറ്റും. നമ്മൾക്ക് കൂടുതലായിട്ടുള്ളൊരു എക്സ്പെൻസും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് റാദർ ദാൻ ഗോയിങ് ഫോർ ഗ്രാബിങ് സോ മെനി തിങ്സ്, നമുക്കറിയാം എന്തൊക്കെ വേണ്ട എന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും.
ഇതൊന്നും കൂടാതെ ഡിജിറ്റലി പല കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഗ്രോസറി ലിസ്റ്റിലാണെങ്കിൽ പോലും വി ബോത്ത് ഷെയർ എ സെയിം ഫാമിലി ഗ്രോസറീസ്. സോ ഇഫ് ഐ എം ആഡിങ് സംതിങ് ഹിൽ ഗെറ്റ് എ നോട്ടിഫിക്കേഷൻ ഓൺ ദാറ്റ്. സോ ഞാനും രാഹുലും ഒരുമിച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ ഐദർ വൺ ഓഫ് us ഇഫ് ഐ ഗോ ഔട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ഇത് ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഒന്നത് റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാറുണ്ട്, ഫാമിലി റിമൈൻഡേഴ്സ് കാലണ്ടറിൽ ഞാൻ സെറ്റ് ചെയ്യാറുണ്ട് ടു പേ ഫോർ എസ്പെഷ്യലി ഫോർ പേയിങ് ബിൽസ്. മെത്തേഡ്സ് ഒക്കെ നാട്ടിലും അല്ലെങ്കിൽ ഇവിടെയും ആർക്കും പെട്ടെന്ന് അല്ലെങ്കിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കുറേ മെത്തേഡ്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ചീപ്പ്. ഞാൻ നിങ്ങൾക്കോട് അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്തായാലും പറഞ്ഞു തരുന്നില്ല. ഇറ്റ് ഈസ് വെരി ചീപ്പ്, ട്രസ്റ്റ് മീ. ഇതൊക്കെ ചെറിയൊരു കാലണ്ടർ വാങ്ങിക്കാനൊന്നും വലിയ എക്സ്പെൻസ് ഒന്നുമില്ല. ബട്ട് ഇറ്റ് സേവ്സ് എ ലോട്ട് ഓഫ് ടൈം. ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് യു ടു ബി മോർ പ്രൊഡക്റ്റീവ്. സോ ഇതൊക്കെയാണ് എൻ്റെ പ്ലാനിങ് മെത്തേഡ്സ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള എന്തെങ്കിലും യൂസ്ഫുൾ കണ്ടന്റ്സ് കാണാൻ താല്പര്യമാണെങ്കിൽ ഐ സീ യു ഇൻ മൈ കമന്റ്സ്. അടുത്ത വീഡിയോ ആയി വീണ്ടും തിരിച്ചു വരുന്നവരെ ബൈ.